അതായത് മോനെ, നമ്മളെ ഏറ്റവും നല്ലതായിട്ടൊരു വാഷ് ബേസിൻ അല്ലല്ലോ, വാഷിംഗ് മെഷീൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം വാങ്ങിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു, ഞാൻ നേരത്തെ ആ ടിവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനം മേടിച്ചാൽ ഇറ്റ്സ് മോർ ദാൻ ബെറ്റർ ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ചുറ്റിയേക്കുന്നുണ്ടോ? അതായത് ഇത് നമ്മൾ ഈ ഫുഡൊക്കെ പൊതിയുന്ന ഒരു ടൈപ്പ് ഷീറ്റില്ലേ, എന്നാ അതിൻ്റെ പേര്, അതായത് ഈ കറികളൊക്കെ പൊതിഞ്ഞു വെക്കുന്നത്, ആ കൂടാണ് ഇത്. ഓക്കെ, ഇത് നേരത്തെ ഇതിൻ്റെ മേളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന പയ്യനാണെങ്കിൽ ഇത് ഫുള്ള് പൊളിച്ച് കളഞ്ഞിട്ട് അവൻ എല്ലാ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവനങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ ഒരു വിഷമം, കാരണം നമ്മളിങ്ങനെ അൺകെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആശിച്ച് മോഹിച്ച് മേടിച്ചൊരു സാധനമല്ലയോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പേപ്പറൊക്കെ വെച്ചൊന്നും പൊതിഞ്ഞ് ഇതിപ്പം മേടിച്ചിട്ട് എനിക്കൊന്നൊരു 8 മാസത്തിൻ്റെ മേലെയായി. 8 മാസം മറ്റെന്തോ ആയി. ഇപ്പോഴും പക്ക നീറ്റ് ആൻഡ് ഫിനിഷാണ്. ഞാൻ അതുപോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 20 രൂപയുള്ളൂ ഇത്. ഓക്കെ, അന്ന് ഞാൻ എടുത്തപ്പോൾ 20 രൂപ ഉള്ളൂ. സോറി, 19 രൂപ. 1000 രൂപയുടെ ഞാനൊരു അഡീഷണൽ ആയിട്ടുള്ള വാറൻറ്റി കൂടി എടുത്തിട്ടാണ് 20 രൂപ വന്നത്. ബെറ്റർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ടോപ്പ് ലോഡേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മളിപ്പം ഫ്രണ്ട് ലോഡ് എടുത്തുള്ള പ്രശ്നം, നമ്മളിപ്പോൾ തുണി, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അറിയാവുന്നൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ തുണി കഴുകാൻ, ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ തുണി കിട്ടി കഴിഞ്ഞിട്ട് മെഷീനൊക്കെ ഓണാക്കി കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു തുണി ഇടണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? അത് ലോക്കിംഗ് അല്ലേ, നമുക്കത് നടപടിയുള്ള കാര്യമല്ലല്ലോ. നേരെ മറിച്ച് ഇവനാണെങ്കിൽ സീനുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ഇപ്പം ഓണാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്ലോസ് ആകും, വർക്കിംഗ് സ്റ്റോപ്പായി കഴിഞ്ഞിട്ട്, അതായത് നോർമലി ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പായി കഴിഞ്ഞിട്ട് കറണ്ട് എപ്പോഴാണോ വരുന്നത് ആ സമയത്തായിരിക്കും സാധനം ഓണാകുന്നത് തന്നെ. അത് എവിടെയാണോ നിന്നത്, ഇപ്പോൾ സ്പിൻ ചെയ്യുന്ന മോഡലാണെങ്കിൽ സ്പിന്നിങ് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക്കഡ് ആയിട്ടുള്ളൊരു മെഷീൻ കുട്ടനാണിത്. അത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഡെയിലി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ ഡെയിലി മിക്സ് ആയിട്ടുള്ള സകല ഡ്രസ്സും, നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും സകല ഡ്രസ്സസ് ഇടാം. ഇത് 7 kg മെഷീനാണ്. പിന്നെ വരുന്നത് കോട്ടൺ ആണ്. പിന്നെ എക്സ്പ്രസ് 30 എന്ന് പറയും. അതെന്ന് പറയുന്നത് അതിനകത്ത് വാഷ്, വാട്ടർ, റിൻസ്, സ്പിൻ ഉണ്ട്. ഈ 4 ഓപ്ഷൻ അതിനകത്ത് വരുന്നത്. ഈ 4 ഓപ്ഷൻ എന്നൊക്കെ എന്നാണെന്നറിയാമല്ലോ കാണിക്കുന്നത്. പിന്നെ അതിന് മുമ്പൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളത്തിൽ കുതിർത്തി വെക്കില്ല. ഭയങ്കര ചെളിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുതിർത്തി വെക്കില്ല. ബക്കറ്റിനകത്ത് കുതിർത്തി വെക്കും. സാധാരണ കല്ലേ അടിച്ച് ഇടാൻ നേരത്ത്. അതുപോലെ ഇതിനകത്ത് കുതിർത്തി വെക്കാം. പക്ഷെ അത് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പണിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മുണ്ടേ ചെളിയും മണ്ണൊക്കെ പറ്റിയിട്ട് വന്ന് നേരെ മെഷീനകത്ത് ഇടരുത്. അത് കല്ലേ പോയി അടിച്ച് ഒന്ന് ചെളി കളഞ്ഞിട്ട്, അത്യാവശ്യം ഒന്ന് ചെളി കളഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ കൊണ്ട് ഇതിനകത്തോണ്ട് ഇടാവുള്ളൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് കംപ്രസറിനകത്ത് ചെളിയെല്ലാം കയറിയിട്ട് ഭയങ്കര ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ടായിരിക്കും. വലിയ ചെളിയൊന്നും ഇതിനകത്ത് ഇടരുത്. പിന്നെ വരുന്നത് വാട്ടർ, റിൻസ്, സ്പിൻ. റിൻസ് പറയുന്ന വെള്ളം ഊരിപ്പിഴിഞ്ഞ് കളയുന്നതാണ്. അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് കറക്കുക, ഉണക്കുന്ന സാധനം, അതാണ്. പിന്നെ സിന്തറ്റിക് എന്ന് പറയുന്ന ആ തുണി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ എന്താ പറയുക, പിന്നെ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ ബേബി വെയർ ഉണ്ട്, ബൾക്കി ഉണ്ട്, ബെഡ്ഷീറ്റ്, കർട്ടൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ യൂണിഫോം എന്നൊക്കെ പറയുവാണെങ്കിൽ അതൊരു 3-4 തവണയെങ്കിലും, 4 അതിൽ കൂടുതൽ തവണ തന്നെ വാഷിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിനകത്ത് ഇൻബിൽട്ടാണ്. റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഡിറ്റർജൻ്റ് അല്ല. ഓക്കെ, ഈ സാധനം ഒരിക്കലും ഡിറ്റർജൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരുന്ന സാധനമല്ല. ഇത് ലിക്വിഡാണ് ഈ സാധനം. ഇതിനകത്തേക്ക് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ട്രേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 2 കട്ടിങ് ഉണ്ട്. ഞാനിതൊരു ഫോട്ടോ ആയിട്ട് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യും. ഇത് വേണമെങ്കിൽ എടുക്കാം, ഇത് വേണമെങ്കിൽ എടുക്കാതിരിക്കാം, എങ്ങനെ വേണം ചെയ്യാം. എടുക്കേണ്ട കാര്യമൊന്നുമില്ല. തുണിയുടെ കഴുകാൻ നേരത്തെ ഇതിനകത്തേക്ക് ലിക്വിഡ് മാത്രം ഒഴിച്ചിട്ട് നേരെ അങ്ങ് തട്ടിയേക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് നമ്മൾ ചില സോഫ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, അത് തന്നെ മാനുവലായിട്ട് തന്നെ അടഞ്ഞോളും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നോർമലി അടഞ്ഞോളും. പിന്നെ എൻ്റെ റെക്കമെൻഡേഷനാണ്, ഈ സാധനം മേടിക്കുമ്പോഴത്തേനും ഏതൊരു വാഷിംഗ് മെഷീനാണെങ്കിൽ ഇതിൻ്റെ ആ പുറത്തുള്ള കവറൊന്നും നിങ്ങൾ പൊളിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ബെറ്റർ ആയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് വരുന്ന പുതിയ സാധനമല്ലേ. അപ്പോൾ അത് എപ്പോഴും പക്ക നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ഇരിക്കുന്നത് അടിപൊളിയല്ലേ കാണാൻ തന്നെ. അപ്പം അങ്ങനെ പൊളിച്ച് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് വലിയ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പിന്നെ ഈ ഒരു ഡ്രസ്സും കൂടി ഇവന് മേടിച്ചിട്ടാൽ നല്ലതായിരിക്കും. ഞാനിതും ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എന്തോ 10-200 രൂപ എന്തോ ഉള്ളൂ ഇത്.
ഇതിനകത്ത് ഓൾറെഡി ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, വീലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ സെപ്പറേറ്റ് മേടിച്ചാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനമാണ് ഈ സ്റ്റാൻഡും, അതായത് ഈ ഉടുപ്പും. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഉടുപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഡ്രസ്സും ഒരു സ്റ്റാൻഡും കൂടെ അവന് മേടിച്ച് കൊടുക്കുക. അവരാണെങ്കിൽ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിള്ളേരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് കൂടെ ഞാൻ മേലെ ഇട്ടേക്കാം, താഴെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഒന്ന് കയറി ഞെക്കി പൊട്ടിച്ച് മേടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെടാ മക്കളെ, എന്നാൽ ശരി എന്നാൽ.